ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളെല്ലാവരും ഒരു ട്രേഡിൽ എൻ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മാർക്കറ്റ് നേരെ അതിന് റിവേഴ്സായിട്ട് പോവുകയും അപ്പോൾ തന്നെ നമ്മൾ വേഗം പേടിച്ചിട്ട് എക്സിറ്റ് ആവുകയും ചെയ്യും. എക്സിറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും തന്നെ മാർക്കറ്റ് തിരിച്ച് നമ്മൾ നേരത്തെ ചിന്തിച്ചിരുന്നിടത്തോട്ട് തന്നെ തിരിച്ചു പോകണ കാണുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും ചാടി കയറി എൻ്റർ ചെയ്യും. എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും വീണ്ടും മാർക്കറ്റ് നമ്മുടെ ട്രേഡിന് ഓപ്പോസിറ്റായിട്ട് ബിഹേവ് ചെയ്യണം കാണാം. അപ്പോൾ നമ്മൾ പിന്നെയും ചാടി എക്സിറ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് വലിയ ലോസ് വരാറുണ്ട്. ശരിക്കും നമ്മൾ ട്രേഡ് എൻ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എങ്ങനെയാണ് ആ ട്രേഡിനെ മാനേജ് ചെയ്യേണ്ടത്, ടാർഗറ്റ് വരെ എങ്ങനെ എത്തിക്കുക, അതിന് മുമ്പ് ടാർഗറ്റിന് മുമ്പ് എങ്ങാനും മാർക്കറ്റ് റിവേഴ്സ് ആവുകയാണെങ്കിൽ എങ്ങനെ എക്സിറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം എൻ്റെ ഇന്നത്തെ ഒരു ട്രേഡിൽ നിന്ന് എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു യൂട്യൂബ് ചാനലായിട്ട് സ്വാഗതം. ഐ ആം ഇൻ എ വാൾ സ്ട്രീറ്റ്. അപ്പോൾ നമ്മളിന്ന് ശരിക്കും ട്രേഡ് എടുക്കുന്നത് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആയി അധികം വൈകിട്ടൊന്നുമില്ല. ഏകദേശം ഈ ഒരു 23,195 ഈ ഒരു റേഞ്ചിൽ നിന്നാണ് നമ്മൾ ശരിക്കും ട്രേഡിന് എൻ്റർ ചെയ്യുന്നത്. കാരണം നമ്മൾ രാവിലെ നോക്കുമ്പോഴത്തേക്കും ഇതെന്ന് പറയുന്നത് മന്ത്ലി ഓപ്പണിംഗ് റേഞ്ചാണ്. അപ്പം രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് കുറച്ച് ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ്. എന്നിട്ട് ഇവിടുന്ന് മുകളിലോട്ട് പോയി തിരിച്ച് നമ്മൾ ഇവിടുത്തെ ആക്ടിവിറ്റി എങ്ങനെയാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും മാർക്കറ്റ് എങ്ങനെയാണ് റിജക്റ്റ് ചെയ്യുമോ എന്താണെന്നുള്ളത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കണതിൻ്റെ സമയത്ത് കറക്റ്റ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ അവിടെ വന്ന് ടച്ച് ചെയ്തു. അവിടെ തന്നെ ഓപ്പൺ റേഞ്ചും കൂടെ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് റിവേഴ്സലാകുമായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കറക്റ്റ് ചാടി എൻട്രി എടുത്തു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു എൻട്രി കിട്ടി. ആ എൻട്രിക്കകത്ത് നമ്മൾ സ്റ്റോപ്പ് ലോസ് ശരിക്കും വെച്ചിരുന്നത് ഈ രാവിലത്തെ ഏറ്റവും ഈ ലോയുടെ അവിടെ തന്നെയായിരുന്നു വെച്ചിരുന്നത്. അവിടുന്ന് എൻട്രി എടുത്തതിന് ശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടി. ഏകദേശം ഇവിടം വരെ എത്തുമ്പോഴത്തേക്കും തന്നെ നമുക്കൊരു 6,000 രൂപയുടെ പ്രോഫിറ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. 10,000 രൂപ വെച്ചെടുത്ത ട്രേഡായിരുന്നു. 6,000 രൂപയുടെ പ്രോഫിറ്റ് എത്തിയതിന് ശേഷം നമ്മൾ നോക്കുമ്പോഴത്തേക്കും അപ്പം ഇവിടം വരെ എത്തിയപ്പോൾ ഞാൻ ശരിക്കും ഉദ്ദേശിച്ച് വെച്ചത് ഈ ഒരു റേഞ്ച് ഉണ്ടല്ലോ, ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ 23,345 ഇവിടെ ശരിക്കും ഞാൻ പറഞ്ഞാൽ ഇവിടെ ഈ ഒരു സെക്ഷനിൽ ഞാനൊരു ഇന്നലെ ഒരു ട്രേഡ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് മാർക്കറ്റ് വരാത്തതുകൊണ്ട് അതിൽ ശരിക്കും ഞാൻ ട്രേഡിൽ എൻട്രി ചെയ്തില്ല. അതിൽ ഞാൻ എൻട്രി വെച്ചിരുന്നത് ഈ ഒരു 23,375 വന്ന് ടച്ച് ചെയ്യുവാണെങ്കിൽ എൻട്രി എടുക്കാമെന്ന് ഓർത്താണ് ഇരുന്നത്. അവിടം വരെ മാർക്കറ്റ് വന്നില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഈ ട്രേഡ് ശരിക്കും ഇവിടം വരെ എത്തിയപ്പോഴത്തേക്കും ഞാൻ ഓർത്തത് ഈ ഒരു ലെവലിൽ എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യണത് നോക്കിയിട്ട് ഇനി ട്രേഡ് കണ്ടിന്യൂ ചെയ്യണോ എക്സിറ്റ് ചെയ്യണോ എന്ന് ഓർത്തായിരുന്നു ഞാൻ ശരിക്കും വെയിറ്റ് ചെയ്തിരുന്നിരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇവിടെ വരെ വന്ന് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് എക്സിറ്റ് ചെയ്യാൻ ഓർത്തിരിക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് മാർക്കറ്റ് ഇവിടുന്ന് ഒരൊറ്റ മൂവ്മെൻറ്റ് താഴ്ത്തിട്ടൊരു സഡൻ മൂവ്മെൻറ്റ് ആയിരുന്നു ഇങ്ങോട്ടേക്ക്. അപ്പം ഇത് 1 മിനിറ്റ് ക്യാൻഡിലാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും ഞാൻ ആദ്യം ഓർത്തു ഒരു മൂവ്മെൻറ്റ് കിട്ടിയാൽ പോലും ഒരു ഏറ്റവും വലിയ ലോയിൽ നിന്ന് പിന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോയാൽ അതിനുശേഷം ഒരു 70% റിട്രേസ്മെൻറ്റ് എപ്പോഴും മാർക്കറ്റിൽ ഉണ്ടാകാറുണ്ട്. അപ്പം അതാണെന്ന് ഓർത്ത് ഞാനിങ്ങനെ നോക്കിയിരുന്നു. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഇവിടം വരെ വന്നപ്പോൾ ഇവിടെ എന്തെങ്കിലും മാർക്കറ്റ് താഴ്ത്തിട്ട് വരാനുള്ള കാരണം ഉണ്ടോ എന്ന് നോക്കിയപ്പം ഇവിടെ ഒരു ചെറിയൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഓർത്ത് ഓക്കെ അത് ഫില്ല് ചെയ്യാനായിട്ട് തിരിച്ചിറങ്ങി വന്നതായിരിക്കും എന്ന് ഓർത്തു. കറക്റ്റ് ആ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ അവിടെ വന്നിട്ട് മാർക്കറ്റ് അവിടെ റിജക്റ്റ് ചെയ്തു. ഒന്നുകൂടെ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇവിടുന്ന് റിജക്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണ്. മുകളിലോട്ട് പോയതിന് ശേഷം ഞാൻ ഇവിടെ നോക്കുമ്പം മാർക്കറ്റ് ഇങ്ങോട്ട് തിരിച്ച് ചാടി ഇറങ്ങിയപ്പോൾ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്കും ചെറിയൊരു ഫെയർ വാല്യൂ ഗ്യാപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് മാർക്കറ്റ് അവിടെ വന്നിട്ട് തിരിച്ച് മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് ഹെഡ് ചെയ്യുമായിരുന്നു. താഴ്ത്തിട്ട് പോരുമായിരുന്നു. അപ്പം എനിക്ക് തോന്നി ഓക്കെ ഇവിടുന്ന് ട്രെൻഡ് റിവേഴ്സലാവുമായിരിക്കും എന്ന് എനിക്ക് ചെറിയൊരു തോന്നലുണ്ടായിരുന്നു. എന്നാലും ഞാൻ നോക്കി ഇതിനിപ്പോൾ നമ്മുടെ ഒരു ലോയാണ്, ഇവിടെ ബ്രേക്ക് ചെയ്യുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് എൻ്റർ ചെയ്യാൻ ഓർത്തു. അതിൻ്റെ ഇടയിൽ തന്നെ ഞാനിപ്പോൾ നോക്കുന്നുണ്ടായിരുന്നു ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ മൂവ്മെൻറ്റിലുണ്ടായിരുന്ന നമ്മുടെ ഈ ഒരു വോളിയം കൂടെ അനലൈസ് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. അപ്പം വോളിയത്തിൽ നോക്കിയപ്പോഴത്തേക്കും ഡൗൺ സൈഡ് വന്നേക്കണ ആ ഒരു വോളിയം അപ്പ് സൈഡിലോട്ട് പോയപ്പോഴത്തേക്കും അത്ര വോളിയത്തിൻ്റെ ട്രേഡ് മുകളിലോട്ട് നടന്നിട്ടില്ല. അപ്പം കാരണം എന്ന് വെച്ചാൽ അത്ര നല്ല ബുൾ മാർക്കറ്റ് അല്ലെങ്കിൽ എന്താ പറയുക മാർക്കറ്റ് തിരിച്ച് കയറിയിരിക്കുന്ന അത്ര വോളിയത്തിലല്ല. അപ്പം എനിക്ക് ആ ട്രേഡ് വെയിറ്റ് ചെയ്യാനായിട്ട് കുറച്ച് മടിയുണ്ടായിരുന്നു. എന്നാലും നോക്കാം എന്താ പറയുന്നത് നോക്കാമെന്ന് ഓർത്ത് കാത്തിരുന്നു. തിരിച്ച് മാർക്കറ്റ് ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം കറക്റ്റ് ഇവിടെ നമ്മൾ അന്നേരം എടുത്ത ആ ഒരു ലോയും കൂടെ ബ്രേക്ക് ചെയ്യണം കേട്ടപ്പോഴത്തേക്കും കറക്റ്റ് നമ്മൾ ഇവിടുന്ന് ആ ട്രേഡ് എക്സിറ്റ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ആ ട്രേഡ് എക്സിറ്റ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,700 അടുത്തായിരുന്നു ആ ഒരു ട്രേഡിൽ നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടം വരെ വന്നപ്പോൾ 6,000 കിട്ടിയ ട്രേഡ് ഇവിടെ വന്നപ്പോഴത്തേക്കും ഇത്രയും കുറഞ്ഞ എമൗണ്ടിലോട്ട് പോയത് ഞാൻ ശരിക്കും OTMലല്ല ATMലായിരുന്നു ട്രേഡ് എടുത്തത്. അറ്റ് ദ മണി ആയിരുന്നു. കാരണം 10,000 ക്യാപിറ്റൽ ആയതുകൊണ്ട് ഇന്ന് തിങ്കളാഴ്ചയൊക്കെയാണല്ലോ, നമുക്കപ്പം അറ്റ് ദ മണി 10,000 വെച്ച് എടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. അത് ശരിക്കും ഭയങ്കര റിസ്ക്കാണ്, ഞാൻ ഒരിക്കലും അങ്ങനെ പറയണമല്ല. അപ്പോൾ ഞാനും ആ ട്രേഡിലാണ് എടുത്തത്. എനിക്ക് അത്രയ്ക്ക് കൺഫേം ഉള്ളതുകൊണ്ടായിരുന്നു ഇവിടുന്ന് ഈ ഒരു ട്രേഡ് എടുത്തതും അത് ATM തന്നെ എടുത്തേച്ചത്. അങ്ങനെ ഇവിടുന്ന് ഞാൻ ട്രേഡ് എക്സിറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നി മാർക്കറ്റിന് താഴ്ത്തിട്ടായിരിക്കുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് തന്നെ കറക്റ്റ് സൊമാറ്റോ ഓടാനായിട്ട് ഇറങ്ങുകയും ചെയ്തു. പിന്നെ ഞാൻ നോക്കിയില്ല. അങ്ങനെ പിന്നെ രണ്ടാമതൊരു ട്രേഡും കൂടി എടുത്തു. അതൊരു ജസ്റ്റ് ഒരു സ്കാൽപ്പ് ട്രേഡ് ആയിരുന്നു. അതൊരു 1 മിനിറ്റ് മാത്രം നീണ്ടു നിൽക്കുന്നൊരു ട്രേഡായിരുന്നു. അത് ഞാൻ പിന്നെ മാർക്കറ്റ് അടക്കം നമ്മൾ ഓടുന്നതിൻ്റെ അടക്കം ടൈം കിട്ടുന്ന സമയത്ത് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഇവിടെ ഒരു ചെറിയൊരു ഇങ്ങനെ നിന്നായിരുന്ന മാർക്കറ്റിൻ്റെ അകത്ത് ഞാൻ ഇവിടെ നോക്കിയപ്പോൾ കറക്റ്റ്
ഈ ഒരു ഗ്യാപ്പിലും ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കണ്ടായിരുന്നു. അപ്പോൾ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതൊരു ചെറിയൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്തിട്ട് ഇവിടെ മാർക്കറ്റ് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ചെറിയ ട്രേഡ് എടുക്കാമെന്ന് ഞാൻ ആലോചിച്ചിരുന്നു. അങ്ങനെ കറക്റ്റ് ഇത് ഇവിടെ വന്ന് മാർക്കറ്റ് ടച്ച് ചെയ്ത സമയത്ത് ഒന്നുകൂടെ സൂം ചെയ്ത് കാണിക്കാം. ഇവിടെ കറക്റ്റ് മാർക്കറ്റ് ഒന്ന് ടച്ച് ചെയ്ത സമയത്ത് ഞാൻ ഇവിടെ നിന്ന് ഒരു ട്രേഡ് എടുത്തു. അപ്പോൾ ആ ട്രേഡിനകത്ത് ഞാൻ എടുത്ത റിസ്ക് എന്ന് പറയുന്നത് 2.5 ആയിരുന്നു. എന്ന് വെച്ചാൽ ഒരു 2.5 രൂപയുടെ ട്രേഡ് റിസ്ക്കാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതിന് ഉദ്ദേശിച്ച പ്രോഫിറ്റ് ഇവിടം വരെയായിരുന്നു. അങ്ങനെ 15 പോയിൻ്റ്, അതും എടുത്തത് ATM തന്നെയായിരുന്നു. അങ്ങനെ ആ ഒരു ട്രേഡ് എടുത്തു. ഞാൻ ഒരു 600 രൂപ പ്രോഫിറ്റ് എത്തിയപ്പോഴത്തേക്കും ഞാൻ കറക്റ്റ് അതിൻ്റെ അന്ന് എക്സിറ്റ് ചെയ്തു. അങ്ങനെ ഒരു സ്കാൽപ്പായിരുന്നു. ഒരു 1-2 മിനിറ്റ് മാത്രം നിൽക്കുന്ന ട്രേഡായിരുന്നു. 2 മിനിറ്റ് നിന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ 2 മിനിറ്റ് കൊണ്ട് ആ ട്രേഡ് ഞാൻ എക്സിറ്റ് ചെയ്തു. അപ്പോൾ ശരിക്കും ഈ ഒരു വീഡിയോ ഞാൻ ഉദ്ദേശിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാവരും ട്രേഡ് എടുക്കുമ്പോൾ ശരിക്കും പണ്ടാണ് ഞാൻ ഈ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ എന്താ പറയണ്ട, ഇങ്ങനൊരു ഇതൊക്കെ കാണുമ്പോഴത്തേക്കും സിനാരിയോ വരുമ്പോഴത്തേക്കും ഇവിടുന്ന് ഇങ്ങനെ ട്രേഡ് എടുത്തു മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും നമ്മളൊരു ഇനിയും പൈസ കിട്ടുമല്ലോ എന്ന് ഓർത്ത് എക്സിറ്റ് ചെയ്യാണ്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ പെട്ടെന്നൊരു സഡൻ മൂവ് കാണുമ്പോഴത്തേക്കും നമ്മൾ വേഗം ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് പോകും. ശേഷം പിന്നെ ഇങ്ങനെ ഒരു മൂവ് കാണുമ്പോൾ മാർക്കറ്റ് തിരിച്ച് കയറുന്ന ചാടി എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും ഇവിടുന്ന് പിന്നെയും തിരിച്ച് റിവേഴ്സലാണ് നമ്മൾ പിന്നെയും പാനിക്കാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് സിനാരിയോസ് ഉണ്ട്. ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാവും, അതിനെ റെസ്പെക്ട് ചെയ്യും. ഓർഡർ ബ്ലോക്ക് ഉണ്ടാവും, അതിനെ റെസ്പെക്ട് ചെയ്യും. അതുപോലെ തന്നെ പുൾ ബാക്ക് ക്യാൻഡിലും ലിക്വിഡിറ്റിയും ഈ വോളിയം ഒക്കെ അനലൈസ് ചെയ്ത് നമുക്ക് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ ദിവസവും നമ്മൾ ട്രേഡ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാകും, ഓരോ കാര്യങ്ങളും കൂടുതൽ പഠിക്കാൻ പറ്റും. ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ അതെ. അപ്പോൾ ഇപ്പം ഞാൻ ശരിക്കും ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം ആ പഠിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ എക്സ്പീരിയൻസുകളാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോഴും ഒട്ടും ഓക്കെ അല്ല. നിങ്ങൾ എങ്ങനെ പറഞ്ഞു തരണമെന്നും ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുക്കാനൊന്നും അത്രക്ക് കാലിബറൊന്നും എനിക്കില്ല. അപ്പം ഞാൻ എൻ്റെ ആ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള കഴിവ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റിൽ തന്നെ പറയണം. അപ്പോൾ ഇത്ര മാത്രമേ പറയാനായിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ കണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം കമൻറ്റിൽ പറയുക. ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.